നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 27, പകർച്ചവ്യാധി തയ്യാറെടുപ്പിൻ്റെ അന്താരാഷ്ട്ര ദിനം. പകർച്ചവ്യാധികളെക്കുറിച്ചും പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുവാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും നിത്യജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, മാനവ സമൂഹം ഒട്ടനവധി പകർച്ചവ്യാധികളെ നേരിട്ടിട്ടുണ്ട്, പ്രതിരോധിച്ചിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്. പ്ലേഗ്, കോളറ, വസൂരി തുടങ്ങി മഹാവ്യാധികളുടെ ചരിത്രം കോവിഡ് വരെ എത്തി നിൽക്കുന്നു. മഹാവ്യാധികളുടെ പ്രതിരോധം എന്നത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ, ശാസ്ത്ര പുരോഗതിയുടെ, വാക്സിനേഷൻ്റെ ഒരു മനുഷ്യഗാഥയാണ്. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് പകർച്ചവ്യാധികളുടെ ചരിത്രത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ അഗസ്റ്റസ് മോറിസ്, അസിസ്റ്റന്റ് സർജൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം സർ. സർ, നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് ഇന്ന് ഡിസംബർ 27 പകർച്ചവ്യാധി തയ്യാറെടുപ്പിൻ്റെ അന്താരാഷ്ട്ര ദിനം നമ്മൾ ആചരിക്കുകയാണ്. ഈ ദിനത്തിൽ നമ്മൾ പകർച്ചവ്യാധികളുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈ പകർച്ചവ്യാധികളുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം എത്തി നിൽക്കുന്നത് പ്ലേഗിലാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗ്. ഈ പ്ലേഗിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗിൻ്റെ നാൾവഴികൾ, അതിനെ നമ്മൾ മനുഷ്യൻ എത്തരത്തിൽ അതിജീവിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുസ്തക വിഷയത്തിലേക്ക് കടക്കാമെന്ന് പറയാം സർ. സാധാരണഗതിയിൽ പ്ലേഗിന് ലോകമാസകലം വ്യാപിച്ച 3 തവണയായിട്ട് ലോകമാസകലം അത് കീഴടക്കി. എഴുതപ്പെട്ട ചരിത്രത്തിൽ കാണുന്നതിൽ ആദ്യത്തേത് CE 542, രണ്ടാമത്തത് CE 1347, മൂന്നാമത്തത് CE 1894. ഇതിൽ ആദ്യത്തേത് 542 സംഭവിച്ച പ്ലേഗ് പകർച്ചവ്യാധി, അതാണ് ലോകമാസകലം വ്യാപിച്ച ആദ്യത്തെ പ്ലേഗിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ആ സമയത്തിന് ശേഷം രണ്ടാമത് നമ്മളുടെ ഈ ഒരു 1347 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 14-ാം നൂറ്റാണ്ടായി. ആ സമയത്ത് മെഡീവിയൽ പ്ലേഗ് അല്ലെങ്കിൽ ബ്ലാക്ക് പ്ലേഗ്, അതായത് ഈ കറുത്ത മരണം എന്ന പേര് വരുന്നത് അവിടെയാണ്. അത് അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന 80 ദശലക്ഷം ജനങ്ങളിൽ ഏതാണ്ട് 23 ദശലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുക്കി. ഏതാണ്ട് 1/3 മനുഷ്യർ ഈ ഒരു മഹാമാരിക്ക് മുന്നിൽ കീഴടങ്ങി. അത് കഴിഞ്ഞ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 1894 അത് മോഡേൺ അല്ലെങ്കിൽ ബിബോണിക് പ്ലേഗ് എന്നറിയപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് അത്. ഇത് 3 ചരിത്രത്തിലെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്ലേഗിൻ്റെ ലോകമാസകലം വ്യാപിച്ച 3 മഹാമാരികൾ എന്ന് നമുക്ക് പറയാവുന്നത്. തീർച്ചയായിട്ടും. അതിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ക്വാറൻറ്റൈൻ എന്ന് പറയുന്ന പദമൊക്കെ ഒരുപക്ഷെ കോവിഡിന് ശേഷം നമുക്ക് കുറച്ചും കൂടിയൊക്കെ പരിചിതമായിട്ടുണ്ട്. ഈ പറയുന്ന ക്വാറൻറ്റൈൻ എന്ന് പറയുന്ന പദം വരുന്നത് തന്നെ മിലാൻ ആൻഡ് ഫ്ലോറൻസ് എന്നീ ഇറ്റാലിയൻ നഗരങ്ങളിൽ പണ്ട് ഈ പ്ലേഗ് ഉണ്ടായിരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, അന്ന് രോഗാണു ആണോ അല്ലെങ്കിൽ എന്താണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല, എങ്ങനെയൊക്കെയോ അസുഖം വരുന്നു. അപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി, കപ്പലുകളിൽ ഇങ്ങനെ വരുന്ന ആൾക്കാരിൽ നിന്നൊക്കെയാണ് അസുഖം പരക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, കപ്പലിലുള്ളവർ 40 ദിവസത്തോളം പുറംകടലിൽ തന്നെ കിടക്കുക. അവർ ഇങ്ങോട്ട് കരയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് വിനാഗിരിയും ചുണ്ണാമ്പൊക്കെ ഉപയോഗിച്ച് അവരുടെ ദേഹമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇറങ്ങിയാൽ മതി എന്ന ഒരു രീതി കൊണ്ട് അന്ന് 40 ദിവസത്തോളം കപ്പലുകൾക്ക് പുറംകടലിൽ കിടക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അതാണ് ഈ ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും ഈ പറയുന്ന ഒരു 41 ദിവസം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു ക്വാറൻറ്റൈൻ എന്ന് പറയുന്നതിൻ്റെ തുടക്കം തന്നെ അവിടെയാണ്. അതിനുശേഷം 1894 ഈ മോഡേൺ പ്ലേഗ് അല്ലെങ്കിൽ ബിബോണിക് പ്ലേഗ് എന്ന് പറയുന്ന അതും കൂടെ വന്നു. അപ്പോൾ പ്ലേഗിൻ്റെ ഈ 3 അവസ്ഥകൾ അല്ലെങ്കിൽ ഈ 3 ഘട്ടങ്ങളിലും അന്ന് പ്രത്യേകിച്ച് മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ മരണത്തിന് കീഴടങ്ങി. തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഹൈദരാബാദിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഈ കുത്തബ് മിനാർ, ഖാലിദ് കുത്തുബ് ഷാ പണിത് തന്നെ പ്ലേഗിനെ മനുഷ്യൻ കീഴടക്കി എന്ന ഒരു ധാരണയുടെ പുറത്തായിരുന്നു. പക്ഷേ അന്നൊന്നും അങ്ങനെ കീഴടക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വിജയം നേടി എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം അത് പണിതത്. ഏറ്റവും ഒടുവിൽ 2004 വരെ നമ്മുടെ ഉത്തരകാശിയിലുള്ള അവിടെ കൂടെ നമുക്ക് ഇന്ത്യയിൽ പ്ലേഗ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ഈ ഒരു സംഭവം മനുഷ്യരെ ഇത്രയൊക്കെ കൊന്നൊടുക്കിയെങ്കിലും അതിനെതിരായിട്ടുള്ള ചികിത്സയും ഏറ്റവും കൂടുതൽ വാക്സിനേഷനും ഒക്കെ വന്നതോടുകൂടി പ്ലേഗ് എന്ന് പറയുന്നത് ഇല്ലാതായി. എങ്കിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ നമ്മളീ പറയുന്ന പരിഷ്കൃത സമൂഹങ്ങളല്ലാതെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും മനുഷ്യർ പല കാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിൽ പ്ലേഗ് എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്.
തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് വീടുകളിലൊക്കെ ഓടിച്ചാടി നടക്കുന്ന നമ്മുടെ സാധാരണഗതിയുള്ള എലി, റാറ്റ്സ് ഡൊമസ്റ്റിക്കസ്, അതാണ് ഇതിനെ പരത്തുന്നത് എന്നാണ്. അങ്ങനെയല്ല. വന്യമായിട്ടുള്ള വന്യജീവികളിൽ തന്നെ കരണ്ട് തിന്നുന്ന കുറച്ച് സംഭവങ്ങൾ, ടറ്റേര ഇൻഡിക്ക എന്നൊക്കെ പറയുന്നിട്ടുള്ള ഇന്ത്യയിൽ അതാണ് സംഭവം. അങ്ങനെയുള്ള കരണ്ട് തിന്നുന്ന ജീവികളിൽ, അതിനകത്ത് നമുക്ക് പെരിച്ചാഴി വരാം, അതുപോലെയുള്ള മറ്റ് ജീവജാലം എല്ലാം കൂടി ഒരു 200ഓളം സ്പീഷീസുകൾ അതിലുണ്ട്. അവയുടെ ദേഹത്താണ് സത്യം പറഞ്ഞാൽ ഈ രോഗാണുവിനെ പരത്തുന്ന ചെള്ള് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എഴ്സീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന രോഗാണു ഈ ചെള്ളിൻ്റെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെള്ളിൻ്റെ തൊണ്ട ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭക്ഷണം പോകുന്ന വഴികളെല്ലാം ഇതിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ ചെള്ളിന് ഒന്നും തന്നെ കഴിക്കാൻ, ചോര കുടിക്കാൻ സാധ്യമല്ല. അപ്പോൾ അത്രയും അല്ലാത്തൊരു അസ്വസ്ഥതയിൽ ഈ ചെള്ള് എന്ത് വെച്ചാൽ അത് ഏത് ജീവിയുടെ ദേഹത്താണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതിനെ ഇട്ട് കടിക്കും. തീർച്ചയായിട്ടും. ഈ ഓരോ കടിയിലും ഒരുപാട് രോഗാണുക്കൾ ആ മുറിവിൽ പറ്റി ഇങ്ങനെയാണ് ഈ അസുഖം വരുന്നത്. ഈ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ എലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതാണ് പ്ലേഗിൻ്റെ ആദ്യത്തെ ലക്ഷണം നമ്മൾ പറയുന്നത്. അങ്ങനെയാണ്. ഇനി ഈ മൊത്തത്തിലെ അടഞ്ഞിരിക്കുന്ന ചെള്ള് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നും കഴിക്കാൻ പറ്റാതെ, ചോര കുടിക്കാൻ പറ്റാതെ ചത്തുപോകും. അതിനെ നമ്മൾ ബ്ലോക്ക്ഡ് ഫ്ലീ എന്നാണ് പറയുക. അതായത് ഫുള്ള് പോകുന്ന വഴി മൊത്തം ബ്ലോക്കായിരിക്കുകയാണ്. എന്നാൽ പാർഷ്യലി ബ്ലോക്ക്ഡ് ഫ്ലീ, അതായത് ഇതിൻ്റെ തൊണ്ടയിൽ ഒരല്പം സ്ഥലം ബാക്കിയുണ്ട്. അങ്ങനെ ചോര കുടിക്കാൻ പറ്റുന്ന പ്രാണി എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന കരണ്ട് തിന്നുന്ന ജീവികളുടെ പുറത്തിരിക്കുന്ന അവിടുന്ന് പറന്ന് കാട്ടിലേക്ക് മനുഷ്യൻ പോകുന്നു. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ജീവജാലങ്ങൾ അടുത്തേക്ക് നമ്മൾ പോകണം. ഇപ്പം മൈനിങ്ങോ അല്ലെങ്കിൽ കാട്ടിൽ കൃഷിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുന്നു? മനുഷ്യനിലേക്ക് അടിക്കുന്നു. ഈ രോഗാണു മനുഷ്യനിലേക്ക് കയറുന്നു. അങ്ങനെയാണ് ഈ പ്ലേഗ് എന്ന് പറയുന്ന ഈ സംഭവം മനുഷ്യരിലേക്ക് വരുന്നത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ജീവജാലങ്ങൾക്ക് വളരാൻ ആവശ്യമായ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്താൽ, അതായത് ഇപ്പോൾ മാലിന്യ സംസ്കരണം നമുക്ക് കൃത്യമായിട്ടില്ല, മറിച്ച് നമ്മൾ വലിച്ചെറിയുന്ന ഒരു ജനത അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വലിച്ചെറിഞ്ഞ് കൂട്ടം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം ജീവജാലങ്ങൾ അവിടെ വരെ ഇവരുടെ പെരുകൽ എന്ന് പറയുന്നത്, ഇവയുടെ വംശവർദ്ധനം എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത വിധമാണ്. അങ്ങനെയാണ് അത് പെരുകുന്നത്. അതോടൊപ്പം ഈ ചെള്ളും എന്ത് ചെയ്യുന്നു? ഒരുപാട് കരണ്ട് തിന്നുന്ന ജീവികളുടെ ഈ വംശവർദ്ധനം നടക്കുന്ന കുഞ്ഞുങ്ങളിലേക്കും വരുന്നത് അവിടെ നിന്ന് മനുഷ്യരിലേക്ക് പടരാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ സൂററ്റിലൊക്കെ ഉണ്ടായ പ്ലേഗ് എന്ന് പറയുന്നത് അത് വന്നപ്പോഴത്തേക്കാണ് എന്ത് പറ്റിയത്? നമുക്ക് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പതിയുന്നത് തന്നെ. അതുവരേക്കും നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളില്ല. പ്ലേഗിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാവുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് വലിയ നാശം വിതയ്ക്കുമ്പോഴാണ് ഇതിനെ തടയുവാനും ഇതിനെ ഇല്ലാതാക്കുവാനുമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ ലണ്ടനിലുള്ള EM വില്ലേജ് എന്ന് പറയുന്നത് ഡെർമിഷെയർ, UK ആ ഒരു വില്ലേജിൻ്റെ കഥയും കൂടെ ഉണ്ട്. അതായത് 1665 അവിടെ തയ്യൽക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ലണ്ടനിൽ വന്ന ഒരു പെട്ടി തുണി, അതിനിത്തിരി നനവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് കുറച്ച് ഈച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അന്നത്തെ കാലത്ത് ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ അത് അദ്ദേഹം കൊണ്ടുപോവുകയും അതിൽ നിന്നും ഇങ്ങനെ ആ ഒരു കഷ്ടിച്ച് ഒരു 350 പേർ മാത്രമുണ്ടായിരുന്ന EM വില്ലേജ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിലെ ആൾക്കാരിലേക്ക് ഇങ്ങനെ പ്ലേഗ് പടർന്ന് പിടിച്ച് ഏതാണ്ട് 350-ൽ 260 പേരും മരിച്ചുപോയി. അപ്പോൾ ഈ ഭയചകിതരായ ജനം ഇവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യും? ഈ അസുഖം വരും. അതുകൊണ്ട് അന്ന് തന്നെ അവരെന്ത് ചെയ്തു? ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ക്വാറന്റൈൻ എന്ന് പറയുന്ന രീതി അവരവിടെ എടുത്തു. ആരും ഇവിടെ നിന്നും ഓടണ്ട. അങ്ങനെ ആ 350 പേരിൽ 260 പേരും കൊല്ലപ്പെട്ടു. അതിൽ ഈ എലിസബത്ത് എൻകോക്ക് എന്ന് പറയുന്ന ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവും 6 മക്കളും ദിവസങ്ങൾക്കുള്ളിലാണ് ഇങ്ങനെ മരിച്ച് വീണത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഈ മനുഷ്യരൊക്കെ അടക്കം ചെയ്ത പള്ളി, അതിൻ്റെ പിന്നെ ഒരു കല്ലറയും കാര്യങ്ങളൊക്കെ ഇന്നും വിനോദസഞ്ചാരത്തിലെ ഈ പ്രത്യേകിച്ച് എപ്പിഡമിക്, അതായത് ഈ പകർച്ചവ്യാധി ശാസ്ത്രം അത് പഠിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ പോയി ഈ ഒരു സംഭവം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരെ പാശ്ചാത്യ ലോകത്ത് ഉൾപ്പെടെ ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പ്ലേഗ്. പിന്നീട് അതിനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ടെട്രാസൈക്ലിൻ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ തുടങ്ങിയ മരുന്നുകൾ വന്നതോടുകൂടി പ്ലേഗ് എന്ന് പറയുന്നതിനെ നമുക്ക് ചികിത്സയിലൂടെ കീഴടക്കാൻ സാധിച്ചു. പിന്നീട് അതിന് വാക്സിൻ ഇറങ്ങുകയുണ്ടായി. അപ്പോൾ വാക്സിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പൊട്ടിപ്പടർന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ആൾക്കാരെ രക്ഷിക്കാം. ഈ ചെള്ളിനെതിരായിട്ട് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കീടനാശിനികൾ തന്നെ ഓർഗാനോ ഫോസ്ഫറസ്, ഓർഗാനോ ക്ലോറോ ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓർഗാനോ ക്ലോറോ വിഭാഗത്തിൽ വരുന്ന കീടനാശിനികളായിട്ടുള്ള സംഗതികൾ അല്ലെങ്കിൽ നമ്മുടെ DDT, BHC തുടങ്ങിയ സംഗതികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നശിച്ചു പോകുന്നു. ഇപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ചെള്ളുകൾ ഉൾപ്പെടെ എല്ലാത്തിനെയും നമുക്ക് നശിപ്പിച്ച് ഒരു എന്താ പറയുക അതിനെ കീഴടക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് ഇന്ന് പ്ലേഗ് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ഇതായിട്ട് വരുന്നില്ല. പക്ഷേ ഈ ക്വാറന്റൈൻ എന്ന് പറയുന്ന സംഭവം
അന്ന് മയാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ ശക്തികൾ മൂലമാണ് അസുഖം വന്നത് എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്നും മാറി എന്താണ് ഈ രോഗം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രോഗാണു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനും ഈ അസുഖം ബാധിച്ച ആൾക്കാരെ ഈ ക്വാറന്റൈൻ അല്ലെങ്കിൽ ഐസൊലേഷൻ തുടങ്ങിയ പരിപാടികളിലേക്ക് നയിക്കുവാനൊക്കെ കാരണമായത് ഈ പ്ലേഗ് ആണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെയാണ്. തീർച്ചയായിട്ടും സാർ, നമുക്ക് ഇനി ചെറിയൊരു ബ്രേക്കിന് ശേഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യപാഠത്തിൽ ഇനിയൊരു ഇടവേള. പൃഥ്വി, യമ നാഗലോകങ്ങളും വിജയിച്ച ശേഷം ലങ്കേശൻ രാവണൻ തന്റെ അതിശക്തനായ പുത്രനൊപ്പം സ്വർഗലോകത്തിലേക്ക് വരികയാണ്. സ്വാമിൻ, അവിടുത്തെ ശിരസിൽ നിന്ന് ചന്ദ്രദേവൻ അപ്രത്യക്ഷനായത് എന്തുകൊണ്ട്? ഉത്തരം പറയൂ സ്വാമിൻ. ആരാണ് നീ? ഇപ്പോൾ മനസ്സിലാകും ഞാൻ ആരാണെന്ന്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നമ്മുടെ സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം പകർച്ചവ്യാധികളുടെ ചരിത്രം. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ അഗസ്റ്റസ് മോറിസ്, അസിസ്റ്റന്റ് സർജൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. സർ, നമ്മോടൊപ്പം ആദ്യ പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. സാമൂഹ്യപാഠമാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? നമസ്കാരം മാഡം. മാഡത്തിൻ്റെ പേരെന്താണ്? ഓക്കെ മാഡം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. മാഡത്തിന്റെ സംശയം ഡോക്ടറോട് ചോദിക്കും. ഈ മന്ത്രരോഗം എന്ന് പറയുന്ന മന്ദരോഗത്തെ പറ്റിയാണോ ചോദിക്കുന്നത്? അക്ഷര, പാലക്കാട് നിന്ന് അക്ഷരയാണ് വിളിക്കുന്നത്. അക്ഷര ചോദിക്കുന്നത് മന്ദരോഗത്തെ കുറിച്ചും ഈ മന്ദരോഗം പകരുന്നതാണോ എന്നുള്ള രീതിയിലുള്ളൊരു സംശയമാണ് അക്ഷര പങ്കുവച്ചത്. മന്ദരോഗം എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ മന്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാല് വല്ലാണ്ട് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മന്ത് എന്നതുകൊണ്ട് സാധാരണക്കാർ ഉദ്ദേശിക്കുന്നത്. ആ അവസ്ഥയുള്ള രോഗി ഒരിക്കലും രോഗം പരത്തുന്നില്ല. നമ്മൾ അറിയേണ്ടത് മന്തിൻ്റെ വിരകൾ, കുഞ്ഞു വിരകൾ, അതിനെ നമ്മൾ മൈക്രോഫൈലേറിയ എന്ന് പറയും, വളരെ സൂക്ഷ്മമായിട്ടുള്ള വിരകൾ. ഇത് കൊതുക് നമ്മളെ കടിച്ച് നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലസികാ വ്യൂഹം എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ ലിംഫാറ്റിക്സ്, അതായത് രക്തത്തിൽ നിന്നും മാറിയിട്ട് രക്തം ഒരു വെളുത്ത ദ്രാവകമായിട്ട് ഒഴുകാൻ പ്രത്യേക തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള കുഴലുകളുണ്ട്. അതിനെയാണ് നമ്മൾ ലസികാ വ്യൂഹം എന്ന് പറയുന്നത്, ലിംഫാറ്റിക്സ് എന്ന് പറയുന്നത്. അതിനിലേക്ക് കാണപ്പെടുന്ന ചെറിയ ചെറിയ ഗ്രന്ഥികളാണ് നമ്മൾ കഴല ഗ്രന്ഥികൾ, ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മൈക്രോഫൈലേറിയ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഈ വിരകൾ ഈ പറയുന്ന ലിംഫാറ്റിക്സ്, ലസികാ വ്യൂഹത്തിനകത്ത് ഇങ്ങനെ കിടക്കും. ക്രമേണ അതിങ്ങനെ വലുതായി വരുമ്പോഴത്തേക്കും ലസികാ ദ്രവത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. ലിംഫ് എന്ന് പറയുന്ന വെളുത്ത ദ്രാവകത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കാല് വീർക്കുന്നത്. അപ്പോൾ അത്രയും വീർത്ത ഒരാളുടെ ഉള്ളിൽ കിടക്കുന്ന വിരയെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതിനെ കൊതുകിലൂടെ പിന്നെ ഒരു ട്രാൻസ്മിഷൻ സാധ്യമല്ല. മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൈക്രോഫൈലറി കുഞ്ഞു വിരകളായിട്ട് കിടക്കുമ്പോഴത്തേക്കുള്ള അവസ്ഥയിൽ, അപ്പോഴേ കാലിന് വീർക്കമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ ഒരു 10 മണി കഴിയുമ്പോൾ ഇടവിട്ടൊക്കെ ചെറിയ ചൂട്, പനി വരും. അപ്പോൾ ചെറിയൊരു വിറയിലൊക്കെ വരും. അപ്പോൾ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ഈ 4 ജില്ലകളാണ് കേരളത്തിൽ മന്തിൻ്റെ കോറിഡോർ, ഇടനാഴി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നമ്മൾ 10 മണിക്ക് ശേഷം ആൾക്കാരുടെ രക്തം എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്ക് ഇത്രയും അധികം ആൾക്കാരിലെ മൈക്രോഫൈലിയർ എന്ന് പറയുന്ന കുഞ്ഞു വിരകൾ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, വർഷത്തിലൊരിക്കൽ മന്തിൻ്റെ ഗുളിക കൊടുത്തത്. പക്ഷേ ആ ഗുളിക എന്ന് പറയുന്നത് കഴിക്കാതെ തെങ്ങിൻ ചുവട്ടിലിട്ടിട്ട് അതിനോടൊപ്പം കൊടുത്ത വിരശല്യത്തിൻ്റെ ഗുളിക കഴിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആൾക്കാർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാല് വീർത്ത അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്ന രോഗിയിൽ നിന്നും മന്ത് ഒരു കാരണവശാലും പകരില്ല എന്നാണ് പറയാനുള്ളത്. ഓക്കെ അക്ഷര, മനസ്സിലായിരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, ഇപ്പോൾ ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഈ പകർച്ചവ്യാധികളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗിനെ കുറിച്ചും ഈ പ്ലേഗിൻ്റെ ഒരു തീവ്രതയെക്കുറിച്ചും ഈ പ്ലേഗിനെ മനുഷ്യൻ എത്തരത്തിൽ അതിജീവിച്ചു എന്നതിനെക്കുറിച്ചും അവിടെ നിന്ന് സാറ് നമ്മുടെ ഒരു ആധുനിക കാലഘട്ടത്തിൽ മാലിന്യ സംസ്കരണത്തിൻ്റെയൊക്കെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞ് നിർത്തുകയുണ്ടായി. സാർ, നമ്മൾ ഈ പകർച്ചവ്യാധികളുടെ ചരിത്രത്തിലേക്ക് പിന്തിരിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. കോളറയുടെ ഒരു തീക്ഷ്ണത, തീവ്രതയൊക്കെ ഇപ്പോൾ പലപ്പോഴും സാഹിത്യ കൃതികളിലൊക്കെ MDയുടെ അസുരവിത്തിലാകട്ടെ, ഇപ്പോൾ മാർക്കേസിൻ്റെ കോളറക്കാലത്തെ പ്രണയത്തിലാകട്ടെ ഒക്കെ നമ്മൾ ഈ കോളറയുടെ ഒരു തീവ്രത ചലച്ചിത്രങ്ങളിലും സാഹിത്യത്തിലുമൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. ഈ നീലമരണം എന്നറിയപ്പെടുന്ന, ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന കോളറയെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്കായി പറയാം. കോളറയെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്
നമ്മുടെ പശ്ചിമ ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാളാണ്. ബംഗ്ലാദേശൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള വിശാലമായിട്ടുണ്ടായിരുന്ന ബംഗാളിൻ്റെ ആ ഒരു പരിസരത്ത് നിന്നും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയുടെ തലസ്ഥാനമായിട്ട് കൽക്കട്ടയൊക്കെ ഉണ്ടാക്കിയ ആ സമയത്തുള്ള ബംഗാളിൽ നിന്നും ഈ കോളറ എന്ന് പറയുന്നത് കിഴക്കൻ ഏഷ്യ, മധ്യ ഏഷ്യ, നമ്മുടെ ഗൾഫ് എന്നറിയപ്പെടുന്ന മിഡിൽ ഈസ്റ്റ്, മധ്യപൗരസ്ത്യ ദേശങ്ങൾ, അവിടെ നിന്നും യൂറോപ്പ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് കോളറ പോയി. അപ്പോൾ ഇങ്ങനെ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ മരണം വിതച്ച കോളറ എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയുണ്ടായിരുന്ന ആ കോളറ അതിൻ്റെ കാരണം എന്താണെന്നും അതിനെങ്ങനെ തടയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോകത്തിന് വെളിപ്പെട്ടത് യൂറോപ്പിൽ ബാധിച്ചപ്പോഴത്തേക്കാണ്. അപ്പോൾ 1832-ലും 1849-ലും 1854 ഈ 3 തവണകളിലായിട്ട് ലണ്ടനിൽ കോളറ ആഞ്ഞടിച്ചു. അപ്പോൾ കൊളോണിയൽ വാഴ്ചയിൽ ഇതുപോലെ സമ്പത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കേന്ദ്രീകരിക്കപ്പെടുകയും ലണ്ടൻ എന്ന് പറയുന്നത് തേംസ് നദിക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ വളർന്നു വന്ന ആ സമയത്ത് വലിയൊരു നഗരമായിട്ട് ഇങ്ങനെ വളർന്നു വരികയും ചെയ്തൊരു കാലഘട്ടത്തിൽ മനുഷ്യ വിസർജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ ഒഴുകിയിരുന്നത് തേംസ് നദിയിലേക്കാണ്. അപ്പോൾ 1854-ലുണ്ടായ കോളറ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെസ്റ്റ്മിനിസ്റ്ററിലെ സോഹോ ജില്ലയിൽ അവിടെ ഒരു ബ്രോഡ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു തെരുവുണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ സൗത്ത് വോക്സ്ഹോൾ എന്ന് പറയുന്ന കമ്പനിയും ലാംബർത്ത് എന്ന് പറയുന്ന കമ്പനി, അവർ രണ്ടുപേരുമാണ് അന്ന് അവിടെ കുടിവെള്ളം വിതരണം ചെയ്തിരുന്നത്. അപ്പോൾ അവർ കുടിവെള്ളം കൊടുത്തിരുന്ന മേഖലകളിൽ ഇങ്ങനെ കോളറ പൊട്ടിപ്പുറപ്പെടുകയാണ്. ആദ്യത്തെ ഒരു 3 ദിവസം കൊണ്ട് തന്നെ 127 പേര് മരിക്കുന്നു. പിന്നീട് ഒരു 10 ദിവസത്തിനുള്ളിൽ 500 പേര് മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 600 പേര് മരിക്കുന്നു. അപ്പോൾ അത്രയും വലിയ ജനസംഖ്യ എന്ന് പറയുന്നത് അവിടെ ആയിട്ടില്ലെങ്കിൽ പോലും ഈ ഉള്ളതിൽ തന്നെ കുറേ പേരിങ്ങനെ മരിച്ചു പോവാണ്. എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അന്ന് ഈ പറയുന്ന നിരീക്ഷണ പാടവം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അന്നും അസുഖങ്ങളെന്ന് പറയുന്നത് ഈ ബാക്ടീരിയ വൈറസിനൊന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ട് മയാസങ്ങൾ എന്നറിയപ്പെടുന്ന ശക്തികൾ മൂലമാണിത് വരുന്നത്, അല്ലെങ്കിൽ ബാഡ് എയർ, ദുഷിച്ച വായു ശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്തരം അസുഖങ്ങൾ വരുന്നതെന്നൊക്കെ പ്രചരിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു. അവിടേക്കാണ് ജോൺ സ്നോ എന്നറിയപ്പെടുന്നൊരു മനുഷ്യൻ കടന്നു വരുന്നത്. അദ്ദേഹം എപ്പിഡമിയോളജിയുടെ പിതാവ്, അല്ലെങ്കിൽ പകർച്ചവ്യാധി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മരണം നടന്ന വീടുകളും ആ ഏരിയ എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, മാപ്പാക്കി വരച്ചു. പിന്നെ സ്പോട്ട് മാപ്പ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വരപ്പിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാര്യം, ഈ 2 കമ്പനികൾ സപ്ലൈ ചെയ്യുന്ന ഏരിയകളിലാണ് മരണം വരുന്നത്. പക്ഷേ എന്നാൽ വേറെ 3 കമ്പനികൾ സപ്ലൈ ചെയ്യുന്ന കുടിവെള്ളം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ മരണം വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, കുടിവെള്ളത്തിലൂടെ വരുന്ന എന്തോ ഒന്നാണ് ഈ അസുഖം തരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായി. തീർച്ചയായിട്ടും സാർ, നമുക്ക് അതിലേക്ക് വരാം, വിശദമായി തന്നെ സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈനിൽ വെയിറ്റ് ചെയ്യാം. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ തൃശ്ശൂർ പുതുക്കാടുന്ന തോമസ് സൈനിക്കലാണോ? ഓക്കെ സാർ, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. രോഗം വരുമ്പോഴല്ല, രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾക്ക് പല ഏജൻസികളുണ്ട്, പൊല്യൂഷൻ ഉണ്ട്, ലോക്കൽ ബോഡി ഉണ്ട്, ആരോഗ്യവകുപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് നമ്മുടെ മാലിന്യം പൊതുനിരത്തുകളിൽ ധാരാളം വരുന്നു. നിലവിൽ നിയമമുണ്ട്, അത് നടപ്പിലാക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരാണ് രോഗം പരത്തുന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ അത് കുടുംബജീവിതത്തിന് വേണ്ടിയല്ല, അത് ജനങ്ങൾക്കുള്ള സേവനമായി കാണുകയാണെങ്കിൽ നാട്ടിൽ രോഗം ഉണ്ടാവില്ല. ഓക്കെ സാർ, തോമസ് സാറ് ചോദിക്കുന്നത്, അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. നിയമങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. രോഗം വരുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ട നിയമത്തിൻ്റെ അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് തോമസ് സാറ് ചോദിച്ചത്. അതിന് പറയാനുള്ളത്, ഒരു മനുഷ്യൻ പരിഷ്കൃതനാണ് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ നിയമം അനുസരിച്ച് ജീവിക്കണം. നമ്മളുടെ രാജ്യത്തുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് പാലിക്കപ്പെടാനുള്ളതല്ല, ലംഘിക്കപ്പെടാനുള്ളതാണ് എന്നൊരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. ഈ ഓരോ മനുഷ്യനും നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദമൊന്നും ഇവിടെയില്ല. അത് നമ്മളുടെ ഒരു പൗരൻ്റെ ചുമതലയാണ്. അപ്പോൾ പൗരന്മാർക്കും ചില ചുമതലകളുണ്ട്. അത് അവർ നിർവഹിക്കാതെ ഈ ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല. കാരണം നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പിറകിലാണ്. ഈവൻ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിറകിലാണ്. നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ അത് മാറും. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നമുക്ക് കോളറയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. തീർച്ചയായിട്ടും. സാർ, മനസ്സിലായിരുന്നു, വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ജോൺ സ്നോയുടെ കടന്നുവരവ്. അതെ. അപ്പോൾ അങ്ങനെ ആ ബ്രോഡ് സ്ട്രീറ്റിൽ ഉണ്ടായിരുന്ന ജനം കുടിവെള്ളം എടുത്തിരുന്നൊരു ഹാൻഡ് പമ്പ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ പൈപ്പിൽ നിന്നും വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇത് കുടിക്കുന്നവരാണ് ഈ മരിക്കുന്നത് മൊത്തം. അപ്പോൾ അദ്ദേഹം ഇത് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അന്നുണ്ടായിരുന്ന, അല്ലെങ്കിൽ വൈദ്യലോകം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന 2 തട്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം
മയാസം മൂലമാണ് അസുഖം വരുന്നത്, അല്ല കുടിവെള്ളം മൂലം അല്ല എന്ന് ഒരു കൂട്ടരും, അതല്ല ജോൺ സ്നോ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന രീതിയിൽ മറ്റൊരു കൂട്ടരും. എന്തായാലും ഇവർ തമ്മിലുള്ള ഗോഗോവിളിക്കിടെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഈ ഹാൻഡ് പമ്പിൻ്റെ ഹാൻഡിൽ ഊരി മാറ്റി. അങ്ങനെ ജനങ്ങളെ വെള്ളം എടുക്കുന്നത് തടഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കോളറയുടെ മരണനിരക്ക് കുറഞ്ഞു വന്നിട്ട് കോളറ ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ആ മരണനിരക്ക് ഒട്ടും തന്നെ വന്നില്ല. ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അവിടെ അന്നുണ്ടായിരുന്ന മദ്യശാലയിലെ തൊഴിലാളികൾ ആരും തന്നെ കോളറ പിടിപെട്ട് മരിച്ചില്ല. അവർക്ക് വേതനത്തോടൊപ്പം ബിയറും കൂടെ കൂലിയായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ബിയർ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അതെന്ത് ചെയ്യും, ചൂടാക്കും. അപ്പോൾ ആ ചൂടാക്കുന്നതിൻ്റെ ഇടയിൽ ഈ പറയുന്ന രോഗാണു നശിച്ചു. പക്ഷേ അന്ന് ഈ രോഗാണു എന്താണെന്നോ ഏതാണെന്നോ ഒന്നും ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ആ സ്പോട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ജോൺ സ്നോ അദ്ദേഹമാണ് ഈ പകർച്ചവ്യാധി ശാസ്ത്രം അഥവാ എപ്പിഡമിയോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത്. കോളറ എന്ന് പറയുന്ന അസുഖത്തിന് പൊതുജനാരോഗ്യത്തിൻ്റെ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സമൂഹത്തിലെ വൃത്തി വെടുപ്പ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളൊന്നാണ് ഈ കുടിവെള്ളം എന്ന് പറയുന്നത്. അത് എത്രത്തോളം നല്ലതാണ്, അത് മലിനമാണോ അല്ലേ തുടങ്ങിയ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിനെ ആശ്രയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളീ പറയുന്ന വിസർജ്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ സംസ്കരിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ യുദ്ധം നടക്കുന്ന പല സ്ഥലങ്ങളിലും, ഇപ്പം ഏറ്റവും ഒടുവിലൊക്കെ നമ്മൾ നോക്കിയാൽ അഫ്ഗാനിസ്ഥാനിലും ഗസയിലും ഒക്കെ ഉൾപ്പെടെ പല സ്ഥലത്തും ഈ കോളറ പൊട്ടിപ്പുറപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മലിനജലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മലം കലർന്ന ജലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നമ്മൾ കുടിക്കുന്ന കുടിവെള്ളത്തിൽ മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ളവ കലരുമ്പോൾ നമ്മൾ ആ രംഗത്ത് പുറകോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയ്ക്ക് കേരളത്തിൽ വയനാട്ടിൽ പോലും കോളറ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രളയം പോലെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ യുദ്ധം നടന്ന് ശുദ്ധജല വിതരണം അല്ലെങ്കിൽ അതിൻ്റെ ജലം സംസ്കരിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമ്പെ പരാജയപ്പെടുമ്പോഴൊക്കെ അത്തരം സമൂഹങ്ങളിലും കോളറ പൊട്ടിപ്പുറപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിയുന്നൊരു കാര്യം വെച്ചാൽ ഈ പശ്ചിമ ബംഗാളാണ് ഇതിൻ്റെ ഒരു ജന്മദേശമെന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്തിൽ കോളറ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം ഏതാണ്ട് 40 തവണയിലേറെ മലവിസർജനം നടത്തും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് 10 തൊട്ട് 20 ലിറ്റർ വരെ ജലാംശമാണ് പോകുന്നത്. കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്ന രീതിയിലാണ് ഈ വയറിളക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ നിർജ്ജലീകരണം മൂലം ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് വണ്ടർ ഡ്രഗ്, അത്ഭുത മരുന്ന് എന്ന രീതിയിൽ ORS ലൈനി വരുന്നത്. ഇതിവിടെ ബാക്ടീരിയ നശിപ്പിക്കാനൊന്നും കൊടുക്കേണ്ട കാര്യം വലുതായിട്ട് വരുന്നില്ല. ഈ പറയുന്ന ശരീരത്തിൽ നിന്ന് പോകുന്ന ജലാംശത്തോടൊപ്പം കുറച്ച് ലവണങ്ങളും കൂടെ പോകും, സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങളും കൂടെ പോകും. അപ്പോൾ ഇതൊക്കെ ശരീരത്തിൽ എത്രയാണോ ഉള്ളത് ആ അളവിൽ തന്നെയാണ് എന്ത് പറയുന്നത് ഈ ORS പാക്കറ്റ് വരുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ടുണ്ടെങ്കിൽ അത് 24 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കോളറ ബാധിച്ച ആൾക്കാർക്ക് ഈ പറഞ്ഞ ORS ലായനി കൊടുത്ത് അവരുടെ നിർജ്ജലീകരണവും അവരുടെ ശരീരം നഷ്ടപ്പെട്ട ലവണങ്ങളും പുനഃസ്ഥാപിച്ചപ്പോൾ മരണനിരക്കെന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ ഈ പറയുന്ന ORS എന്ന് പറയുന്നത് വേറെ മറ്റു വലിയ ഒരു മരുന്നായിട്ടൊന്നുമല്ല. അതിൽ ഇന്ത്യക്കാരുടെ ആ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നതിനെ പോലും നമ്മുടെ ആൾക്കാർ എത്ര പേർ കണ്ടുപിടിച്ച ആളെയൊക്കെ നമ്മൾ എത്ര പേർ ഓർക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. എനിവേ അങ്ങനെയുള്ള ഈ പറയുന്ന കോളറ എന്ന് പറയുന്നതിൽ സാധാരണഗതിയിൽ അതിൻ്റെ മലം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേതാണ്ട് 1 ഗ്രാമിൽ 1 ലക്ഷത്തോളം രോഗാണുക്കൾ കാണും. പക്ഷേ അതിൻ്റെ മലമെന്ന് പറയുന്ന ദ്രാവക രൂപത്തിൽ പോകുമ്പോൾ ആ ദ്രാവകം എടുത്തിട്ടുണ്ടെങ്കിൽ അത് 1 മില്ലി ദ്രാവകത്തിൽ 100 കോടിയോളം രോഗാണുക്കൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വെളിയുടെ വിസർജനം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉള്ള സമൂഹങ്ങളിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ കൂടുതൽ കാര്യം അതിൽ നിന്നാണ് മനുഷ്യൻ മാറി ഇങ്ങനെ വെളിയുടെ വിസർജനം എന്ന് പറയുന്നത് പാടില്ല, ഓപ്പൺ ഡീഫിക്കേഷൻ എന്ന് പറയുന്നത് പാടില്ല. നമ്മൾ അങ്ങനെയാണ് കുറച്ചുകൂടെ പരിഷ്കൃത ഇതിലേക്ക് വന്നത്. പക്ഷേ അതില്ലായിരുന്ന കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ കോളറ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എവിടെയൊക്കെ വെച്ച് ഇതുപോലുള്ള ചില രംഗങ്ങളിൽ മനുഷ്യൻ്റെ പ്രാഥമികപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട ഇത്തരം രംഗങ്ങളിൽ നമ്മൾ പുറകോട്ട് പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ നീലമരണം എന്ന് പറയുന്നത് ബ്ലൂ ഡെത്ത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിനകത്തെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വളരെ ചെറിയ രക്തക്കുഴലുകളുണ്ട്. അത് പൊട്ടിയിട്ട് അവിടെ രക്തസ്രാവം ഉണ്ടായിട്ട് അതിനൊരു നീല അല്ലെങ്കിൽ കറുപ്പ് നിറത്തിൽ ഇങ്ങനെ രോഗിയുടെ ദേഹം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം മരണങ്ങളെ നമ്മൾ എന്ത് പറയുന്നത് ഈ ബ്ലൂ ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ക്ഷയരോഗത്തിൻ്റെ രോഗാണുവിനെ കണ്ടുപിടിച്ച റോബർട്ട് കോഷിൻ്റെ പേരിലാണ് കോളറയുടെ ബാക്ടീരിയം കണ്ടുപിടിച്ച ഒരു ഖ്യാതി നിലനിൽക്കുന്നതെങ്കിലും അത് 1884 അതിലേക്കൊരു 30 വർഷം മുമ്പ് ഫിലിപ്പ് പാസിനി എന്ന് പറയുന്ന ആളിത് കണ്ടുപിടിച്ചിരുന്നു, ഈ ബാസിൽ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ രേഖപ്പെടുത്താതിരുന്നത് കൊണ്ട്
ശാസ്ത്രലോകം എന്ന് പറയുന്നത് ഇപ്പോഴും റോബർട്ട് കോഷിൻ്റെ പേരിലാണ് ഈ ഒരു കണ്ടുപിടുത്തത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വാക്സിനേഷൻ ഉണ്ട്, ORS ലായനിയുണ്ട്. നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അസുഖങ്ങൾ നമ്മൾക്ക് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. സാറേ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. സംഘർഷഭരിതമായ അനുഭവ കഥകൾ, നിരവധി വിജയഗാഥകൾ, അറിയപ്പെടാത്ത സംഭവ കഥകൾ, നവഭാരതത്തിന്റെ പ്രതീക്ഷകൾ, മാസത്തിന്റെ അവസാന ഞായറാഴ്ചയ്ക്കായുള്ള പ്രതീക്ഷ, മലയാചലത്തിന്റെ അഗ്രം മുതൽ വിന്ധ്യാചലത്തിന്റെ തിരുമുറ്റം വരെ, ബ്രഹ്മപുത്ര തടം മുതൽ ഹിമാലയ സാനുക്കൾ വരെ പ്രധാനമന്ത്രിയോടൊപ്പം മൻ കി ബാത്ത് എത്തുന്നു. കേൾക്കൂ, ഡിസംബർ 29 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മൻ കി ബാത്ത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും. മൻ കി ബാത്തിന്റെ ഹിന്ദിയിലുള്ള പ്രക്ഷേപണത്തെ തുടർന്ന് ഇതിന്റെ പ്രാദേശിക പരിഭാഷ ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും ദൂരദർശന്റെ എല്ലാ ചാനലുകളിലും ലഭ്യമാണ്. മൻ കി ബാത്തിന്റെ പ്രാദേശിക പരിഭാഷയുടെ പുനഃസംപ്രേഷണം ദൂരദർശനിലും പുനഃപ്രക്ഷേപണം ആകാശവാണിയിലും രാത്രി 8 മണിക്ക്. മറക്കാതെ കാണുക, ഡിസംബർ 29 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മൻ കി ബാത്ത്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം പകർച്ചവ്യാധികളുടെ ചരിത്രം. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ അഗസ്റ്റസ് മോറിസ്, അസിസ്റ്റന്റ് സർജൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഡോക്ടർ, നമ്മൾ പകർച്ചവ്യാധികളുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗിനെക്കുറിച്ചും നീലമരണം എന്നറിയപ്പെടുന്ന കോളറയെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. പകർച്ചവ്യാധികളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു രോഗമാണ് വസൂരി എന്ന് നമുക്കറിയാം. ഈ വസൂരിയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് ശ്രീ NS മാധവൻ്റെ ലത്തൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന നോവലും അതിൽ വസൂരിക്കുള്ള വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു തുടക്കത്തിൻ്റെ നാൾ വഴികളൊക്കെ അതിൽ ആ നോവലിൽ വളരെ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. വസൂരി എന്ന രോഗത്തെക്കുറിച്ച്, ആ വസൂരിയെ നമ്മൾ എങ്ങനെ അതിജീവിച്ചു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? ലോകത്തു നിന്നും ആകെ കൂടി നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ള ഏക അസുഖം എന്ന ഖ്യാതി ഇന്നും വസൂരി അഥവാ സ്മോൾ പോക്സിന് സ്വന്തമാണ്. പഴയകാല ചരിത്രം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വസൂരി ബാധിച്ചിട്ടുള്ള ഒരു ഏരിയ, അവിടെ കുഞ്ഞുകുട്ടി സഹിതം അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രായമായവരുൾപ്പെടെ എല്ലാ ആൾക്കാരെയും അത് കാട്ടുതീ പടരുന്നത് പോലെയാണ് ഒരാളെപ്പോലും ബാക്കി വയ്ക്കാത്ത വിധത്തിൽ കൊന്നൊടുക്കിയിരുന്ന ഒരു അസുഖമായിരുന്നു സ്മോൾ പോക്സ് അഥവാ വസൂരി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ മരിച്ചപ്പോൾ പായിക്കകത്ത് മൃതദേഹം ചുരുട്ടി അത് ചുമന്നുകൊണ്ട് പോകാൻ കുറച്ച് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ടുണ്ട്, ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പ്രായഭേദമന്യേ ഒരുപാട് പേരെ കൊന്നൊടുക്കിയ ഒരു സംഭവമാണ് വസൂരി. ഇത് പഴയ തലമുറയിലെ ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. വാക്സിനേഷനിലൂടെ നമ്മൾ ഇല്ലായ്മ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ NS മാധവൻ്റെ ലണ്ടൻ ബത്തേരിയിൽ ലുത്തിനികളിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അച്ചുകുത്ത് പിള്ളമാർ എന്നറിയപ്പെടുന്ന വാക്സിനേഷൻ കൊടുക്കാൻ വരുന്ന ആൾക്കാർ അതിങ്ങനെ കയ്യിൽ കുത്തുന്നതും, അപ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അമ്മമാരൊക്കെ ഓടുന്നതും, പലപ്പോഴും ഈ പറഞ്ഞ വാക്സിനേഷൻ കൊടുക്കാൻ വന്ന ആൾക്കാരൊക്കെ ചാണകവെള്ളമൊക്കെ ഒഴിച്ചുമൊക്കെയാണ് ആൾക്കാർ സ്വീകരിച്ചത്. പക്ഷേ എന്നിട്ടും ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം എല്ലാ മനുഷ്യരിലേക്കും അത് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന രോഗം എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്തത്. അപ്പോൾ ആ ഒരു പകർച്ചവ്യാധി എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ തടഞ്ഞു, എങ്ങനെ നിയന്ത്രണ വിധേയമാക്കി, ആ രോഗാണുവിനെ എങ്ങനെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു, അത് വലിയൊരു ചരിത്ര പാഠം തന്നെയാണ്. ആ ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ജനത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം അറിഞ്ഞുകൂടാ എങ്കിൽ പരിപാടികൾ വിജയിക്കില്ല. കാരണം അവരെയും കൂടെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ 1975 മെയ് 24 ഇന്ത്യയിലെ വസൂരിയുടെ അവസാനത്തെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഇന്ത്യ മഹാരാജ്യം ആ വർഷം 1975 ജൂലൈ 5 വസൂരി വിമുക്തമായതായിട്ട് പ്രഖ്യാപിച്ചു. എങ്കിലും ലോകാരോഗ്യ സംഘടന 1980 മെയ്യിലാണ് ലോകത്തു നിന്നും വസൂരി തുടച്ചു നീക്കം ചെയ്ത കാര്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്നും അതിൻ്റെ വൈറസ് എന്ന് പറയുന്നതിനെ അമേരിക്കയിലും റഷ്യയിലുമായിട്ട് ലബോറട്ടറിയിൽ വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഈ ജനസംഖ്യയിലൊരു, ഇപ്പോൾ ഭൂമിയിലുള്ള ജനസംഖ്യയിലൊരു ഏതാണ്ട് ഒരു 4 വരുന്ന ആൾക്കാർക്ക് അഥവാ എങ്ങാനും ഈ പറയുന്ന സ്മോൾ പോക്സ് എന്ന് പറയുന്ന വസൂരിയുടെ ഒരു പകർച്ചവ്യാധിയിലും പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുവാനുള്ള വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് ഈ 2 രാജ്യങ്ങളിലായിട്ട് വെച്ചിരിക്കുന്നത്. വേറെ എങ്ങും തന്നെ ഇതില്ല. അതിനുശേഷം ഈ പറയുന്ന സ്മോൾ പോക്സ് അഥവാ വസൂരി എന്ന് പറയുന്നത് പിന്നെ കണ്ടിട്ടുമില്ല. നമ്മൾ ആ പറയുന്ന വേരിയോള വൈറസ് എന്ന് പറയുന്ന ആ ഒരു വൈറസിൻ്റെ ഈ പറയുന്ന ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കിയ വസൂരി എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു അധ്യായമായിട്ട്, ഒരു അടഞ്ഞ അധ്യായമായിട്ട് മാറി.
പിന്നീട് നമുക്ക് അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചിക്കൻ പോക്സ് പോലെയുള്ള മങ്കി പോക്സ് തൊട്ട് വരെ ഇങ്ങനെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന പോക്സ് രൂപത്തിലുള്ള അസുഖങ്ങളുണ്ട്. ചിക്കൻ പോക്സ് നമ്മൾ ഒരിക്കലും മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഈ പറയുന്ന കുമിളകൾ എന്ന് പറയുന്നത് വരുമ്പോൾ ഇപ്പോഴും ആൾക്കാർ കുളിക്കാതിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതിൽ മെറ്റിക്കുലസ് സ്കിൻ കെയർ അഥവാ ത്വക്ക് എന്ന് പറയുന്നത് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ ഈ കുമിളയൊന്നും പൊട്ടാത്ത രീതിയിൽ ഇളം എന്താ പറയുക ചെറിയൊരു സോപ്പ് ലായനിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ തൊലി വൃത്തിയാക്കി വെക്കുക. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ചിക്കൻ പോക്സിൽ കാണുന്ന ഈ വെസിക്കിൾ എന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെ ജലസ്ഫോടം എന്നാണ് പറയുക. തെളിഞ്ഞ ദ്രാവകം പോലെ ഇരിക്കുന്ന വെസിക്കിൾ തൊലിപ്പുറത്തുള്ള ബാക്ടീരിയകൾ കയറി അതിനകത്ത് കയറി പെരുകി അത് പഴുക്കും. അപ്പോൾ അതിനെ പസ്റ്റ്യൂൾ അല്ലെങ്കിൽ ചലസ്ഫോടം എന്ന് പറയും. ഈ പലപ്പോഴും ചിക്കൻ പോക്സിൽ മരണത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? രണ്ടാമത് കയറി അടിക്കുന്ന ബാക്ടീരിയയുടെ അണുബാധ, സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതിങ്ങനെ പെരുകി അതിൻ്റെ വിഷപദാർത്ഥങ്ങൾ ശരീരത്തിലേക്ക് വ്യാപിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. മാത്രമല്ല ആൾക്കാർ ഇത് വരുന്ന രോഗികളെ പട്ടിണിക്കിടുക, അങ്ങനെയൊക്കെ ചില പരിപാടികൾ ഇപ്പോഴും കാണിക്കാറുണ്ട്. ഒരു അസുഖം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ആൻറ്റിബോഡി അഥവാ മറുമാംസ്യ തന്മാത്രകൾ അല്ലെങ്കിൽ പ്രതിദ്രവ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള പോഷകങ്ങൾ കൊടുക്കണം. അതും കൊടുക്കാതെ പട്ടിണിക്കൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അവസ്ഥ വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ ചിക്കൻ പോക്സ് പോലെയൊക്കെയുള്ളൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗിയെ കാറ്റും വെളിച്ചമൊക്കെ കിടക്കുന്ന ഒരു മുറിയിൽ വിശ്രമാവസ്ഥയിലേക്ക് മാറ്റുക, ആവശ്യമായിട്ടുള്ള പോഷണങ്ങൾ കൊടുക്കുക, ദിവസേന കുളിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് പകരം ആൾക്കാർ ഇന്നും ബാലിശമായിട്ട് പഴയ കാലത്തെ പല കാര്യങ്ങളും മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഈ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പകർച്ചവ്യാധികളിൽ വലിയൊരു കാര്യമാണ് വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോക്സ് വൈറസുകളിൽ വരുന്നതിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാവുന്നൊരു സംഭവമാണ് ചിക്കൻ പോക്സ്. അതിൽ നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കോവിഡ് എന്ന പകർച്ചവ്യാധി ഇനി വരാൻ സാധ്യതയുണ്ടോ? ഈ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളൂ. ശരി. ഇപ്പോൾ അതിന് നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയുടെ വസതി നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്നതിൽ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ നിൽക്കും ഇല്ലേ? പക്ഷേ ഈ വസതിയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ദൂരെ തൊട്ട് തന്നെ നിങ്ങൾ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കി ഒടുവിൽ നിങ്ങൾ ഏറ്റവും അടുത്തെത്തുമ്പോൾ പരിശോധനകളുടെ എണ്ണം കുറയുന്നു, അത് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു എന്നിരിക്കട്ടെ. ഏതാണ്ട് ഇതുപോലെയാണ് മനുഷ്യൻ്റെ ശ്വാസകോശം എന്ന് പറയും. നമ്മുടെ മൂക്ക് തൊട്ടിങ്ങനെ വായു കടന്നു പോകുന്ന വഴികൾ നോക്കിക്കഴിഞ്ഞാൽ അഡിനോയിഡുകൾ, ടോൺസിലുകൾ തുടങ്ങിയ പട്ടാള ബാരക്കുകൾ എന്നറിയപ്പെടുന്ന രോഗപ്രതിരോധ വ്യവസ്ഥയുടെ അത്തരം സംഗതികളൊക്കെ കടന്ന് ഈ പറയുന്ന കുഴലുകളിൽ കൂടെ വിരിഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഏറ്റവും ഒടുവിൽ രക്തത്തിലേക്ക് വായു കൈമാറ്റം നടക്കുന്ന വായു അറ, നമ്മളതിനെ ആൽവിയോലസ് എന്ന് പറയും. അവിടെ ഈ പറയുന്ന കണക്കുള്ള വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അതിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള വഴികളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളുടെ രോഗപ്രതിരോധ വ്യവസ്ഥയിൽ ആശാമാർ മൊത്തം ഇരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം മറ്റേത് അവയവവും നമുക്ക് പൊതിഞ്ഞു വയ്ക്കാം, പക്ഷേ ശ്വാസകോശം ലങ്സ് അങ്ങനെയല്ല. ഈ വായുവിലൂടെ പോകുന്ന എല്ലാ സാധനത്തിനെയും പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അകത്തേക്ക് കയറാനുള്ള ഒരു വഴിയാണ്, അല്ലെങ്കിൽ എളുപ്പത്തിൽ ശ്വാസകോശത്തിൽ എത്തപ്പെടാം. അതുകൊണ്ടാണ് പരിഷ്കൃത സമൂഹങ്ങളിലൊക്കെ തന്നെ ഈ വായു മലിനീകരണം അവർ ക്ലീൻ എയർ എന്ന് പറയുന്നത് കൊടുക്കുന്നത് ആ അർത്ഥത്തിലാണ്. നമുക്ക് അതും അറിയത്തില്ല. നമുക്ക് ഒരു മാസ്ക് വെക്കണമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ കോവിഡ് എന്ന് പറയുന്ന അസുഖം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ശരീരവുമായിട്ട് അങ്ങനെ പറയത്തക്ക സമ്പർക്കമൊന്നും ഇല്ലാതിരുന്ന ഒരു വൈറസാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അതിനെ എങ്ങനെ തടയണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിവില്ല. അങ്ങനെയുള്ള ഈ വൈറസ് എന്ന് പറയുന്നത് ഈ മൂക്കും ഈ തൊണ്ടയും ഒക്കെ കടന്ന് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറികടന്ന് നേരെ വായു കൈമാറ്റം നടക്കുന്ന ആൽവിയോലസ് അല്ലെങ്കിൽ വായു അറയിലാണ് ചെല്ലുക. അങ്ങനെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആകെ കൂടിയുള്ളത് മാക്രോഫേജ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കളിൽ തന്നെ ഒരാൾ ഒരു ഇത്തിരി വലിയ രൂപത്തിലിരിക്കും. അയാൾ മാത്രമേ ഉള്ളൂ, അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അയാൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അയാൾ പുറപ്പെടുവിക്കുന്ന രാസവസ്തുവിൻ്റെ പേരാണ് സൈറ്റോകൈൻ. ഇത് ചില്ലറയൊന്നും അല്ല പുറപ്പെടുവിക്കുന്നത്, അമിതമായിട്ടങ്ങ് വരും. സൈറ്റോകൈൻ സ്റ്റോം അല്ലെങ്കിൽ സൈറ്റോകൈൻ കൊടുങ്കാറ്റ് എന്നാണ് അതിന് പറയുക. ഈ ഒരു സിഗ്നൽ കിട്ടേണ്ട താമസം ബാക്കി വെളുത്ത രക്താണുക്കൾ മൊത്തം എന്ത് ചെയ്യുന്നു? ഓടി അവിടെ എത്തുന്നു. അപ്പം നമ്മളൊരു കുടിലിൻ്റെ ഉള്ളിൽ ഒരു ഭീകരവാദി ഒളിച്ചിരിക്കുന്നു. നിങ്ങളിതിനെ 4 ചുറ്റിനും നിന്നിട്ട് വെടിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അയാൾ മരിക്കും, പക്ഷേ ആ കുടിലെന്ന് പറയുന്നത് പൊളിഞ്ഞെടുക്കും. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഈ വായു കൈമാറ്റം നടക്കുന്ന വായു അറകളെന്ന് പറയുന്നത് ഈ സ്വന്തം വെളുത്ത രക്താണുക്കളുടെ ഈ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? പൊളിഞ്ഞെടുങ്ങുന്നു. അപ്പോൾ വായു കൈമാറ്റം നടക്കേണ്ട സംഭവം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ശ്വാസം എടുത്തിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഈ ശ്വാസം മുട്ടിയുള്ള മരണങ്ങൾ നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ അത്രത്തോളം കണ്ടത്. ഏതൊരു വൈറസ് ബാധയിലും
സാധാരണഗതിയിൽ നമ്മൾ സ്റ്റിറോയിഡുകൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം രോഗപ്രതിരോധ ശക്തിയിൽ തന്നെ അതങ്ങ് പോകേണ്ടതാണ്. പക്ഷേ കോവിഡിൽ അങ്ങനെയല്ല. അധികരിച്ച സ്വന്തം രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഈ സൈറ്റോകൈൻ കൊടുങ്കാറ്റ് മൂലം അവിടെ അമിതമായിട്ട് വന്നു ചേരുന്ന വെളുത്ത രക്താണുക്കളാണ് നമ്മളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നതുകൊണ്ട് ആദ്യകാലത്തിൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളൊന്നും അതിനില്ലായിരുന്നു. പിന്നീട് വന്ന ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലെ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡുകളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി നമ്മളൊന്ന് ചവിട്ടി ഒതുക്കിയെങ്കിലേ മതിയാകൂ. അങ്ങനെ വന്നു. അതോടൊപ്പം വാക്സിനേഷനൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഈ പറയുന്ന ഭീതി എന്ന് പറയുന്നത് മാറി. കാരണം ഈ അസുഖം വന്നാലും നമുക്ക് ചികിത്സിച്ച് മാറ്റാനുള്ള ഒരു പ്രോട്ടോക്കോൾ തയ്യാറായി. ഈ കോവിഡ് വൈറസ് എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആശുപത്രികളിലൊക്കെ ചില ആൾക്കാർ ശ്വാസകോശ അണുബാധ ഇത്തിരി കടുപ്പിക്കുമ്പോഴത്തേക്ക് മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കാറുള്ളൂ. നോക്കുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആരും ഭയന്ന് പിടിച്ച് അന്നത്തെ കണക്ക് ഓടാറില്ല. മറിച്ച് അതിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. അത് ആരോഗ്യവകുപ്പിൽ ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻപേഷ്യൻ്റ് കിടത്തി ചികിത്സ നേരിടേണ്ടി വരുന്ന രോഗികൾ നമ്മൾ നോക്കുമ്പോൾ കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ അത് പോസിറ്റീവ് ആകുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഒരു വാർത്തയല്ല. കാരണം അതിനെ പിടിച്ചു കെട്ടാൻ ആവശ്യമായ ചികിത്സ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ലോകമാസകളും ഇത്രയും പേർക്ക് വാക്സിനേഷനൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മതി. ഒരു ട്രീറ്റ്മെൻറ്റ് ലൈൻ ആയ സ്ഥിതിക്ക് അത്രത്തോളം പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ആ വൈറസിനെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. ഭയക്കേണ്ട ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ വ്യവസ്ഥ വല്ലാണ്ട് പ്രശ്നമായിരിക്കുന്ന ആൾക്കാർ, അതായത് ഈ പ്രമേഹമൊക്കെ ബാധിച്ചിട്ട് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുക വലിച്ചൊക്കെ ശ്വാസകോശത്തിനെ ഒരുവിധം നശിപ്പിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസ്, അതായത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥ അമിതമാകുമ്പോഴാണ് അലർജി രോഗങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെയുള്ള അതുപോലെയുള്ള റിസ്ക് കാറ്റഗറി വരുന്ന കുറച്ച് പേരുണ്ട്. അവരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. കുട്ടികൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ വ്യവസ്ഥയെന്ന് പറയുന്നത് ഇമ്മച്വർ, അപക്വമാണ്. അതുകൊണ്ട് തന്നെ ഈ അധികരിച്ച രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ഇതുപോലെയുള്ള വായു അറകളെ പൊളിച്ചെടുക്കുന്ന പരിപാടിയൊന്നും കുട്ടികൾക്കില്ല. അതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോവിഡ് സമയത്ത് കുഞ്ഞുങ്ങളിൽ അങ്ങനെ മരണമൊന്നും നമ്മൾ കാണാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ രക്ഷപ്പെട്ടതിൻ്റെ കാര്യം ഇതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന കോവിഡ് നമ്മുടെ കൂടെ ഉണ്ടാവും, പക്ഷേ എന്ന് കരുതി അതിനെ ഭയക്കേണ്ട കാര്യം ഇല്ല. തീർച്ചയായിട്ടും. സാറേ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം മടങ്ങി സാമൂഹ്യപാഠത്തിൽ ഇനിയൊരു ഇടവേള. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. സ്വാമിയേ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നമ്മിന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം പകർച്ചവ്യാധികളുടെ ചരിത്രം. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ അഗസ്റ്റസ് മോറിസ്, അസിസ്റ്റന്റ് സർജൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഡോക്ടർ, നമ്മൾ പകർച്ചവ്യാധികളുടെ ചരിത്രത്തിൽ പ്ലേഗ്, കോളറ, വസൂരി, ഒടുവിൽ നമ്മളിപ്പോൾ അഭിമുഖീകരിച്ച ഒരു മാരിയായ കോവിഡ് വരെ എത്തി നിൽക്കുകയാണ്. ഈ പകർച്ചവ്യാധികളുടെ ചരിത്രം, അതിൻ്റെ ഒരു പ്രതിരോധം, അതിൻ്റെയൊക്കെ നാൾവഴികളിൽ നമ്മുടെ ഒരു വ്യക്തി ശുചിത്വത്തിന് ഏറെ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ കോവിഡ് സമയത്ത് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ചതും എവിടെ പോയിട്ട് വരുമ്പോഴും കൈ കഴുകുന്നതുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു, രോഗപ്രതിരോധത്തിൻ്റെ ഒരു മുന്നൊരുക്കം ആയിട്ട്. ഈ വ്യക്തി ശുചിത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഈ കഴുകലിൻ്റെ ഒരു ഉത്ഭവം, വ്യക്തി ശുചിത്വത്തിൻ്റെ പ്രാരംഭ നടപടിയാണ്. അതിൻ്റെ ഒരു ഉത്ഭവത്തെക്കുറിച്ച് ഒന്ന് പറയാം സാർ. ഈ സോപ്പ് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ സോപ്പ് കഥ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 101 വർഷങ്ങൾക്ക് മുമ്പ് 1846 ഇഗ്നാസ് സെമ്മിൽവീസ് എന്ന് പറയുന്ന മനുഷ്യൻ വൈദ്യ പഠനത്തിനായി ഓസ്ട്രിയൻ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ വിയന്നയിലെ അദ്ദേഹം വരുന്നത്. ആ പഠനത്തിന് ശേഷം അദ്ദേഹം അവിടെ ജോലി ചെയ്തത് ഗൈനക്, പ്രസൂതികാകർമ്മം എന്ന് നമ്മൾ പറയുന്ന ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. കാലം ആലോചിക്കണം, 1846. അപ്പോൾ അന്ന് അവിടുത്തെ വിയന്നയിലെ ആശുപത്രിയിൽ അവിടുത്തെ പ്രസവം എടുക്കുന്ന മുറി, ലേബർ റൂം 2 എണ്ണമാണ്. റൂം നമ്പർ 1 എന്ന് പറഞ്ഞാൽ ധനാഢ്യന്മാർക്ക് മാത്രമുള്ളത്. അന്നത്തെ കാലത്തെ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലായിരുന്നു അതിൻ്റെ പരിപാടികൾ. ലേബർ റൂം നമ്പർ 2 എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെ ആയമാരായിരുന്നു പ്രസവം എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ ലേബർ റൂം നമ്പർ 1 നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, പ്രസവത്തിന് ശേഷമുള്ള
ഗർഭിണി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം സ്ത്രീകളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് 10% മേലെയായിരുന്നു. 100 പേരുടെ പ്രസവം കഴിഞ്ഞാൽ 10 പേരോളം മരിക്കും. എന്നാൽ ലേബർ റൂം നമ്പർ 2-ൽ ഈ മരണനിരക്ക് 4% താഴെയായിരുന്നു. അപ്പോൾ ഈ 1746 എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഈ രോഗാണു സിദ്ധാന്തമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ ഇഗ്നാസ് സെമ്മൽവീസ് എന്ന് പറഞ്ഞ മനുഷ്യൻ നോക്കുമ്പോൾ അദ്ദേഹം കണ്ടൊരു കാഴ്ച, ചിലപ്പോൾ തെരുവിൽ വെച്ചൊക്കെ പ്രസവിച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആശുപത്രിയിൽ വരുന്ന സ്ത്രീകൾ, അവരുടെ ഇടയിൽ മരണനിരക്ക് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കാം? കാരണം ഗർഭിണികൾ പ്രസവത്തിന് ശേഷം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, അമിതമായിട്ട് ശരീരം ചൂട്, ടെമ്പറേച്ചർ, പനിയടിക്കുന്നു, ഭയങ്കരമായ വിറയൽ വരുന്നു, അവരുടെ യോനി സ്രവങ്ങൾക്ക് വല്ലാത്ത ഒരു ദുർഗന്ധം വരുന്നു, കടുത്ത അടിവയറ്റിലുള്ള വേദന, അതിനുശേഷം അവർ മരിക്കുന്നു. ഇതെന്താണ് ഏതാണെന്നും ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ഈ പ്രസവം എടുക്കുന്ന ഡോക്ടർമാർക്ക് പകൽ സമയത്ത് മരിച്ച ആൾക്കാരുടെ ശവശരീരം ഈ പ്രേത പരിശോധന, ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ജോലി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ജേക്കബ് കൊലസ്ക എന്ന് പറയുന്ന ഒരു കൂടെ ഉണ്ടായിരുന്ന, ഈ പറയുന്ന സെമ്മൽവീസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടർ, അദ്ദേഹം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ മരിച്ച, പ്രസവത്തിന് ശേഷം മരിച്ച ഒരു സ്ത്രീയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ നിന്ന വൈദ്യവിദ്യാർത്ഥിയുടെ കത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മുറിവുണ്ടായി. അതിനുശേഷം ഈ മനുഷ്യൻ ജേക്കബ് കൊലസ്ക എന്ന് പറയുന്നയാൾ ഈ സ്ത്രീകൾ എങ്ങനെയാണോ മരിച്ചത് അതേ ലക്ഷണങ്ങൾ കാണിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ പ്രസവത്തിന് ശേഷം ഗർഭിണികൾ മരിക്കുന്ന ആ ഒരു അവസ്ഥയെ ചിൽഡ് ബെഡ് ഫീവർ അല്ലെങ്കിൽ പ്യൂർപെറൽ ഫീവർ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇതുപോലെയുള്ള, അപ്പോൾ പൊക്കിൾക്കൊടി ഗർഭപാത്രവുമായിട്ട് ചേരുന്ന സ്ഥലത്തുണ്ടാകുന്ന, അവിടെ വരുന്നൊരു അണുബാധയും അതുമൂലമുണ്ടാകുന്ന ചൂട്, പനി, വിറയൽ, അടിവയറ്റിലെ വേദന, ദുർഗന്ധം വമിക്കുന്ന സ്രവങ്ങൾ, ഇതിലൂടെയാണ് അവർ മരിക്കുന്നത്. അപ്പോൾ തൻ്റെ സഹപാഠി ഇതുപോലെ ഇങ്ങനെ മരിച്ചപ്പോഴത്തേക്കും സെമ്മൽവീസ് ഒരു 2 ആഴ്ച ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഭയന്ന്, ഇതിനെ പേടിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നു. അതിനുശേഷം ജോലിക്ക് വന്ന അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൈ പറ്റുന്ന എന്തൊക്കെയാണ് ഈ മരണത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ, നമ്മുടെ ചുണ്ണാമ്പും അതുപോലെയുള്ള സംഗതികൾ അന്നുണ്ടായിരുന്നത് എന്തോ അതുപയോഗിച്ച്, ലൈം, ചുണ്ണാമ്പ് വെള്ളമൊക്കെ വെച്ച് കൈ കഴുകി. അപ്പോൾ ഈ പ്രേത പരിശോധന അല്ലെങ്കിൽ ഓട്ടോപ്സി നടത്തുമ്പോഴത്തേക്ക് അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധത്തെ മാറ്റാൻ ഇതിൻ്റെ ചുണ്ണാമ്പിൻ്റെ ഈ ഒരു ഗന്ധം സഹായിച്ചു. അതോടൊപ്പം അദ്ദേഹം ഇതിങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, മരണനിരക്ക് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വന്ന് 0-ലേക്ക് വരുന്നു. അപ്പോൾ ഇത് അദ്ദേഹം എന്ത് ചെയ്തു, ബാക്കിയുള്ളവരോട് പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന കൈ വൃത്തിയാക്കിയതിന് ശേഷമേ പ്രസവം എടുക്കാമൂ. പക്ഷേ അന്നത്തെ കാലഘട്ടം ആലോചിക്കണം, 1846 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ രോഗാണു സിദ്ധാന്തമൊന്നും ഇല്ലായിരുന്ന ആ കാലഘട്ടത്തിൽ കുറച്ച് പേര് അദ്ദേഹത്തിനെ എതിർത്തു. അങ്ങനെ കൈയൊന്നും കഴുകേണ്ട കാര്യമില്ല. പക്ഷേ ചിലർ ഇദ്ദേഹം പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് എന്ന് കരുതി കൈ കഴുകി. അപ്പോൾ അങ്ങനെ കഴുകിയതിലുണ്ടായ മരണനിരക്ക് കുറവ് വന്നെങ്കിൽ കുറച്ച് പേര് കഴുകാതിരുന്നത് കൊണ്ട് അതിനകത്ത് അവിടെ ഒരു കുറവ് വരുന്നില്ല. പക്ഷേ ഇദ്ദേഹം വളരെയധികം ശാഠ്യം പിടിച്ചു, ഇല്ല കൈ കഴുകിയേ മതിയാകൂ. അങ്ങനെ ശഠിച്ച ആ മനുഷ്യനെ മാനസിക രോഗിയായി മുദ്ര കുത്തിയിട്ട് അന്നത്തെ കാലത്ത് ഒരു മെൻ്റൽ അസൈലം, മാനസിക രോഗ ആശുപത്രിയിൽ അടച്ചു. അവിടെ വെച്ച് ഗാർഡുമാരുടെ മർദ്ദനമേറ്റ അദ്ദേഹത്തിന് ദേഹത്ത് മുറിവ് വരികയും ആ മുറിവ് പഴുത്ത് 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ പറയുന്നത് പോലെയുള്ള നമ്മളുടെ കൈ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എടുത്താൽ തന്നെ ഏതാണ്ട് 4 കോടിയിൽ പരം രോഗാണുക്കളുണ്ട്. അപ്പോൾ നമ്മൾ കഴിയാൻ തന്നെ എത്ര പോകും? അതുകൊണ്ടാണ് ഈ ഗ്ലൗസ് പോലെയുള്ള സംഗതികളൊക്കെ ഇട്ട് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതേവരെ അങ്ങനെ മാസ്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൈ കഴുകലോ ഒന്നും ഉണ്ടാകാതിരുന്ന മനുഷ്യർ കോവിഡ് എന്ന് പറയുന്നത് വന്നപ്പോൾ ഈ സാനിറ്റൈസർ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാൻ തുടങ്ങി. മിക്കവാറും വൈറസുകളുടെയൊക്കെ ഒരു കോശഭിത്തി എന്ന് പറഞ്ഞാൽ ഒരു അല്പം മാംസ്യ തന്മാത്രകൾ അഥവാ പ്രോട്ടീൻ, ഒരു അല്പം കൊഴുപ്പ് തന്മാത്രകൾ, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ജനിതക ദ്രവ്യം, ഇത്രത്തോളം ലളിതമാണ് വൈറസുകളുടെ ശരീരഘടന. ബാക്ടീരിയകൾക്ക് കുറച്ചും കൂടി കാര്യമായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന സോപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ ഈ ഘടനയെ വലിച്ചിളക്കും. അതുകൊണ്ടാണ് സോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അണുനാശിനി. അതിനോടൊപ്പം ഒരു അല്പം ആൽക്കഹോൾ കൂടെ ചേരുമ്പോൾ കൊഴുപ്പിനെയും കൂടെ ഉരുക്കിക്കളയും. അങ്ങനെയാണ് നമ്മൾ സാനിറ്റൈസർ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലേക്ക് വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ സ്വന്തം ജീവൻ ബലി കൊടുത്ത ഒരാളാണ് ഇഗ്നാസ് സെമ്മൽവീസ്. അദ്ദേഹം അമ്മമാരുടെ രക്ഷകൻ, സേവിയർ ഓഫ് മദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഒരുപാട് സ്ത്രീകളെ സ്വന്തം കൈ കഴുകിയിട്ട് പ്രസവം എടുത്തതിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ചുണ്ണാമ്പ് വെള്ളമൊക്കെ കയ്യിൽ തളിച്ചിട്ട് ചെയ്തതിലൂടെ രക്ഷപ്പെടുത്തിയ ആ മനുഷ്യൻ
അന്ന് അർഹിക്കാത്ത ഒരു ബഹുമതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇന്നാണ് ശാസ്ത്രലോകം കൊടുക്കുന്നത്. നമ്മളത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ കൈ കഴുകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, അപ്പോൾ സോപ്പ് കമ്പനിയിൽ നിന്ന് എത്ര കിട്ടി? അത് കാരണം അങ്ങനെ വരെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇപ്പോഴും 50% ആൾക്കാർക്ക് വിരശല്യമുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്നുകൂടെ നമ്മൾ ആലോചിക്കുന്നു. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകുക എന്നുള്ളത് അവരുടെ അലിഖിത നിയമമാണ്. അവർ അത് പാലിക്കുന്ന ആൾക്കാരാണ്. നമ്മൾക്കിടെ ഇവിടെ മലവിസർജനത്തിന് ശേഷം അങ്ങനെ കൈ സോപ്പിട്ട് കഴുകണമെന്ന് പറഞ്ഞാൽ പോലും അതുപോലും ചെയ്യാത്തൊരു ജനതയാണ് നമ്മൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വ്യക്തി ശുചിത്വം എന്ന് പറയുന്നതിലേക്ക് നമ്മളെ നയിച്ച, അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മളെ നയിച്ച, പ്രത്യേകിച്ച് ചികിത്സാ രംഗത്തേക്ക് നമ്മളെ നയിച്ചതിലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേരാണ് ഇഗ്നാസ് സെമൽവീസ്, അമ്മമാരുടെ രക്ഷകൻ അഥവാ സേവിയർ ഓഫ് മദേഴ്സ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ പരിപാടിക്കിടെ അതും കൂടെ നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും സാർ, നമ്മുടെ ഷോ ഏകദേശം വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. നമ്മൾ പകർച്ചവ്യാധികളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ക്ഷയരോഗത്തെ ഇപ്പോൾ കെ പി അപ്പനൊക്കെ രോഗവും സാഹിത്യഭാവനയും എന്നുള്ള കൃതിയിലെ ക്ഷയരോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, സർഗാത്മകമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ക്ഷയരോഗത്തെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിച്ചുകൊണ്ട് ലഘുവായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഏറ്റവും കൂടുതൽ ലോകത്ത് ക്ഷയരോഗികളുള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ ക്ഷയം എന്ന് പറയുന്നത് തന്നെ പഴയ കാലത്ത് നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ തീരുന്നത് വരേക്കും വില്ലനെ കാണിക്കുന്നില്ല. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണെങ്കിൽ പോലും അപ്പോൾ നായകൻ ഇങ്ങനെ ചുമയ്ക്കുന്നു, ഒരു വെളുത്ത കൈലേസായിരിക്കും സംവിധായകൻ കൊടുത്തിരിക്കുക. അപ്പം അതിൽ ഇങ്ങനെ ചുമച്ചിട്ട് ആ കൈലേസ് മാറ്റുമ്പോഴത്തേക്ക് അത് കണ്ടിട്ട് കാണികളെല്ലാം കൂടി ഇങ്ങനെ ഒരു എരിവിടും. അവർക്ക് മനസ്സിലായി, കാരണം ആ ചുമച്ച് തുപ്പിയ കഫത്തിൽ രക്തമയമുണ്ട്, അയാൾക്ക് TB ആണ്, അയാൾ മരിക്കാൻ പോവാണ്, കഥ തീർന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ എന്താ പറയുക, നമ്മൾ കൂവി തോൽപ്പിക്കും. അപ്പോൾ ക്ഷയരോഗം എന്ന് പറയുന്നത് ആ രോഗമാണ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്തൊരു വഴുവഴുക്കലുണ്ട്. അത് ഭയങ്കരമായിട്ട് എണ്ണ തേച്ച് വന്ന ഒരുത്തിന് നമ്മൾ ഗുസ്തിക്കിടയിൽ പിടിച്ചിടാൻ നോക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന് പറയുന്നത് പോലെ നമ്മളുടെ സ്വന്തം വെളുത്ത രക്താണുക്കളുടെ ആക്രമണത്തിൽ നിന്നും കുതറി രക്ഷപ്പെടാൻ സഹായിക്കുന്ന മൈക്കോളിക് ആസിഡിൻ്റെ ഒരു ആവരണമുള്ള ഒരു രോഗാണുവാണ് ക്ഷയരോഗം എന്ന് പറയുന്നത്. ശ്രീനിവാസ രാമാനുജൻ ഉൾപ്പെടെ ഒരുപാട്, ആൻറ്റൺ ചെക്കോ ഉൾപ്പെടെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള മനുഷ്യർ ഈ രോഗത്തിന് മുമ്പിൽ കീഴടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നും ഇതിനെ കീഴടക്കാനുള്ള മരുന്ന് കാര്യങ്ങൾ വന്നുവെങ്കിലും എന്തുകൊണ്ട് അത് ഇപ്പോഴൊരു കീറാമുട്ടായിട്ട് നിൽക്കുന്നു ചോദിച്ചാൽ, ക്ഷയരോഗത്തിന് സാധാരണഗതിയിൽ 6 മാസം നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യത്തെ 2 മാസം ഇൻറ്റൻസീവ് ഫേസ് എന്ന് പറയും, തീവ്രഘട്ടം. പിന്നീട് അത് കഴിഞ്ഞുള്ളൊരു 4 മാസം കണ്ടിന്യൂവേഷൻ ഫേസ് എന്ന് പറയും, തുടർഘട്ടം. അപ്പോൾ വളരെ പെട്ടെന്ന് പെറ്റുപെരുകുന്ന ബാക്ടീരിയകൾ ആദ്യത്തെ 2 മാസം കൊണ്ട് പിടിക്കുകയും സാവധാനത്തിൽ പെരുകുന്നവരെ ബാക്കി 4 മാസം കൊണ്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മരുന്ന് എന്ന് പറയുന്നത് ഒരിക്കലും മുടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സർക്കാർ മേഖലയിൽ ഈ മരുന്ന് തരുമ്പോൾ ഡോട്ട് പ്രൊവൈഡർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് മരുന്ന് തന്ന് നിങ്ങൾ അയാളുടെ മുമ്പിൽ നിന്ന് കഴിച്ചതിന് ശേഷം അയാൾ ടിക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരാളെ സർക്കാർ ഏർപ്പാടാക്കും. അതല്ലാതെ ഈ 6 മാസം നമ്മൾ മുടങ്ങാതെ ഒരു തവണയെങ്കിലും നമ്മൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ രോഗാണു എന്ത് ചെയ്യും, ഈ രോഗത്തിനെതിരെ ശക്തി പ്രാപിക്കും. അതുകൊണ്ടാണ് RNDC റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാമിലൂടെ നിങ്ങളെ മരുന്ന് കഴിപ്പിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി ഏറ്റവും ക്വാളിറ്റിയുള്ള മരുന്നുകൾ തന്ന് സർക്കാർ ഇതിലേക്ക് വരുന്നു. ആ പദ്ധതി ഇങ്ങനെ വിജയം കണ്ടു വരുന്നത് കൊണ്ടാണ് 2025 TB ഫ്രീ ഇന്ത്യ എന്നൊരു മുദ്രാവാക്യം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ കാണുന്നിടത്ത് ചുമയ്ക്കുകയും അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ പൊത്തത്തില്ല, കാണുന്നിടത്ത് തുപ്പുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ തന്നെ അത്തരം സ്വഭാവങ്ങൾ, അത്തരം ശീലങ്ങളാണ് ഇതുപോലെയുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യുന്നത്, പരത്തുന്നത്. തീർച്ചയായിട്ടും സാർ, നമ്മുടെ ഷോയുടെ സമയം ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. പകർച്ചവ്യാധികളുടെ ചരിത്രം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് മാനവ സമൂഹത്തിൽ നാം നേരിട്ട പകർച്ചവ്യാധികളെക്കുറിച്ചും ആ പകർച്ചവ്യാധികളെ നാം എത്തരത്തിൽ അതിജീവിച്ചു എന്നതിനെക്കുറിച്ചും നിത്യജീവിതത്തിൽ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒക്കെ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അനിവാര്യതയെക്കുറിച്ചും വളരെ വിശദമായി പ്രേക്ഷകരോട് സംബന്ധിച്ച സാറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.